ഒരു കാലത്ത് നൂറുകണക്കിന് കുടുംബങ്ങളുടെ അത്താണിയായിരുന്ന നെയ്ത്തുശാല ഇന്ന് അത് ഒരു കൂട്ടം സ്ത്രീകളുടെ കണ്ണീരിന് സാക്ഷിയാകുകയാണ്. 9 മാസങ്ങളായി ശമ്പളമില്ല. തലയ്ക്ക് മുകളിൽ തകർന്നു വീഴാറായ കെട്ടിടം. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ അധീനതയിലുള്ള കോഴിക്കോട് കക്കോടിയിലെ സ്റ്റാർ വീവേഴ്സിൽ നെയ്ത്തുശാല പരാധീനതയുടെ നെറുകയിലാണ്. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഇതൊരു നെയ്ത്തുശാലയാണ്. ഒരു കാലത്ത് കോഴിക്കോട് ഏറ്റവും പ്രതാപത്തോടെ അതിലുപരി പ്രൗഢിയോടെ പ്രവർത്തിച്ചിരുന്ന വ്യവസായ കേന്ദ്രം. പക്ഷേ ഇന്ന് ഈ നെയ്ത്തുശാലയുടെ ഇവിടുത്തെ ജീവനക്കാരുടെ അവസ്ഥ വാക്കുകളിൽ വിവരിക്കുന്നതിനും അപ്പുറമാണ്. സർക്കാർ സംവിധാനങ്ങൾ കണ്ണു തുറന്നു കാണണം ഈ കാഴ്ച. കോഴിക്കോടിന്റെ വ്യവസായ ചരിത്രത്തിൽ ഒരിക്കൽ അഭിമാനത്തിന്റെ അടയാളമായിരുന്ന കക്കോടിയിലെ സ്റ്റാർ വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നെയ്ത്തുശാലയുടെ അവസ്ഥയാണിത്. പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂര, മഴവെള്ളം കെട്ടിക്കിടക്കുന്ന തറ, ഏതു സമയവും ഇടിഞ്ഞു വീഴുമെന്ന ഭീഷണിയിലുള്ള ചുമരുകൾ. സ്വന്തം ജീവൻ പണയം വെച്ചാണ് പ്രാണഭയത്തോടെ ഇവർ ഓരോരുത്തരും ദിവസവും തറയിലിരുന്ന് തുണി നെയ്യുന്നത്. ഒരു കാലത്ത് സർക്കാർ സ്കൂളിലേക്കുള്ള യൂണിഫോം തുണിത്തരങ്ങൾ ഏറ്റവും കൂടുതൽ നെയ്തു നൽകിയ കേന്ദ്രമായിരുന്നു ഇത്. നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്ന സ്ഥാപനം. ഇന്ന് അതേ സ്ഥാപനം നിലനിൽപ്പിനായുള്ള അവസാന പോരാട്ടത്തിലാണ്. ഇന്ന് നെയ്ത്തുശാലയിൽ മുഴങ്ങുന്നത് തറിയുടെ ശബ്ദം മാത്രമല്ല, നെയ്ത്തിനെ ഉപജീവനമാക്കിയ 30ഓളം സ്ത്രീകളുടെ ജീവിതം വഴിമുട്ടിയ കഥകൾ കൂടിയാണ്. മാസങ്ങളായി ശമ്പളം ലഭിച്ചിട്ട് കിട്ടേണ്ട ആനുകൂല്യങ്ങളും വഴിമുട്ടി. ഒരു മീറ്റർ നെയ്താൽ 68 ഉറുപ്പ്യ അങ്ങനെ എന്തേ ഉള്ളൂ. അതും കൂടി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. 9 മാസമായിട്ട് ഞങ്ങൾ നിന്ന് കിട്ടും നാളെ കിട്ടും വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പണിക്ക് വരുന്നത്. എന്നെങ്കിലും ഒരു ദിവസം കിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. 9 മാസമായിട്ട് പൈസ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. PF അടയ്ക്കാൻ കഴിയുന്നില്ല. മാസാമാസം കിട്ടാത്തത് വലിയ തൊഴിലാളികളുടെ ഇടയിലും വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നവംബർ 15 2025 നവംബർ 15 മുതൽ കൂലി പെൻഡിംഗ് ആണ്. 1963 പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനത്തിന് ഇത്രയും വലിയ കണ്ടകശനി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വന്ന കാലത്തൊക്കെ നല്ല പണി ഉണ്ടായിനി, നല്ലോണം കൂലി ഉണ്ടായിനി. ഇപ്പോഴങ്ങനെയുള്ളത് കുറേ കാലം ആയിട്ട് സർക്കാർ സഹായം അടിയന്തരമായി ഉണ്ടാവണം. ഇല്ലായെങ്കിൽ ഈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നെയ്ത്തുശാല ചരിത്രത്തിന്റെ ഭാഗമാകുന്ന കാലം വിദൂരമാകില്ല. പെൻഷനായിട്ട് 2022 ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ബസ് ചാർജും ഇല്ല. ബസ്സിന് 2 ബസ്സും പൈസ 2 നേരം ബസ്സിന് കൊടുക്കണം. അത് കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ആരും കൊണ്ടുതരാനില്ല. എന്നെങ്കിലും തങ്ങളുടെ കണ്ണീർ അധികൃതർ കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഇങ്ങനെ നെയ്തു കൂട്ടുന്നത്. പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെട്ടു തുടങ്ങി. ഇനി ഇങ്ങനെ മുൻപോട്ട് പോകാനാകില്ല. ജീവിതത്തിന്റെ ഭാഗമായ നെയ്ത്ത് അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവരിൽ പലരും. മനസ്സില്ലാ മനസ്സോടെ. ജനം, കോഴിക്കോട്.